ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ കടയിൽ നിന്നും കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോപ്കോൺ റെസിപ്പിയാണ്. 1/2 കപ്പ് കോണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നല്ല ഡ്രൈഡ് ആയിട്ടുള്ള ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കോൺ 2-3 പേർക്ക് ധാരാളം കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. നല്ലൊരു അടിക്കട്ടിയുള്ളതും പിന്നെ നല്ല ഹൈറ്റ് ഉള്ളൊരു പാനും ആയിരിക്കണം. കാരണം നമ്മൾ ഈ പോപ്കോൺ അങ്ങോട്ട് പോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് വരും. അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ള പാൻ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. കൂടുതൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ബട്ടർ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ 1 ചെറിയ ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. കോക്കനട്ട് ഓയിലിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കോൺ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. എല്ലാ വെറൈറ്റി കോണും പോപ്കോണിന് സൂട്ടബിൾ ആയിരിക്കില്ല. ബ്രാൻഡഡ് പാക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ സോൾട്ട് ആഡഡ് എന്നോ അല്ലെങ്കിൽ ചീസ് ആഡഡ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കണേലും ഭേദം പ്ലെയിൻ ആയിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വാങ്ങിക്കില്ല, ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ സീ ത്രൂ പാക്കറ്റ്സിൽ കിട്ടുന്ന അതേപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്ലെയിൻ കോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേലൊക്കെ അവർ എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടാവും, അത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ആ പ്ലെയിൻ അങ്ങനത്തെ കോൺ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒരു കാര്യം, ഒരുപാട് വലിയ സൈസുള്ള കോൺ വാങ്ങിക്കാണ്ടിരിക്കുക. അതായത് കുറച്ച് പരന്നിട്ട് ഭയങ്കര ഡാർക്ക് ഓറഞ്ചിഷ് ഡാർക്ക് യെല്ലോ ഷെയ്ഡുള്ള പരന്നിട്ടുള്ളതും വലുതായിട്ടുള്ള കോണും വാങ്ങിക്കരുത്. അത് നമുക്ക് പോപ്കോൺ ആക്കി എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പോലെ ചെറിയ ചെറിയ നല്ല ചെറിയ ഉരുണ്ടിരിക്കുന്ന പോപ്കോൺസ്, ഒരു ലൈറ്റ് യെല്ലോ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഇതുപോലത്തെ കോൺ വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാൽ മാത്രമാണ് നമുക്കത് സക്സസ്ഫുള്ളി പോപ്കോൺ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇളക്കി 1 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ബാക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ഇങ്ങനെ പൊട്ടിത്തുടങ്ങി കാണുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് മൂടി വെക്കണം. അപ്പോൾ അതിങ്ങനെ തണുത്താനെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതിങ്ങനെ പൊട്ടി തുടങ്ങും. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പോപ്പ് ചെയ്ത് ഇത് പോപ്കോണായി വരുവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ കോണിട്ട് ഇളക്കിയില്ലേ, ആ സമയത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവേർഡ് പോപ്കോണും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുവാണ്. ഈ പൊട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും ആ പൊട്ടൽ ഇങ്ങനെ കുറേശ്ശെ കുറഞ്ഞു വരും. അതായത് എല്ലാം പൊട്ടിക്കഴിഞ്ഞു എന്ന് അർത്ഥം. അങ്ങനെ അത് കുറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലിഡ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ഒറിജിനൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പോപ്കോണാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പമായിട്ടാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന്. പെട്ടെന്ന് തന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത സാറ്റർഡേ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.